ഗൈസ് ഞങ്ങളങ്ങനെ എവിടെയാ സ്ഥലത്തിൻ്റെ പേരെന്താ? തിരൂർ ഡെലിവറിക്ക് വേണ്ടി വന്നതാണ്. ഞങ്ങളീ പ്രാവശ്യം ബസ് മാറിയാനെയാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേനും വാമഭാഗത്തിന് ബസ് എന്നിട്ട് നിങ്ങളല്ലാതായി. അതായത് ബസ് എന്നിട്ട് അവളല്ലാതായി. കലിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറയണ്ട ശരിയാകുന്നില്ല. ഈച്ച കണ്ണിൻ്റെ മുന്നിൽ ഈച്ച. ഒരു ഈച്ചനെ തട്ടിക്കളയാൻ പോലും സമ്മതിക്കണ്ട ഗൈസ്. എനിക്കാണെങ്കിൽ ഇവളിവിടെ ഓടിപ്പിടിക്കാനേ പറ്റില്ല, പ്രായമൊക്കെ ആയതുകൊണ്ട്. ഈ സമയത്ത് എന്ത് പറഞ്ഞെന്നറിയില്ല. നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു പാഠമാണ് ഞാൻ ഇപ്പോൾ പഠിച്ചത്. ഒരിക്കലും നമ്മൾ നടന്ന് ഡെലിവറിക്ക് പോകരുത്. നടന്ന് ഡെലിവറിക്ക് പോയാൽ ഇങ്ങനെ ഇരിക്കണ്ടില്ലേ. ഒരു ഹായ് പറയാം. ഒരു ഹായ്. വാമഭാഗം ശരിക്കും കരിപ്പിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഫോണൊക്കെ എടുത്ത് എറിയും, പൊട്ടിപ്പോകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവും. എന്തായാലും ഞാൻ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസിലായാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കൊള്ളാം, നല്ല സ്ഥലമാണ്. തൃശ്ശൂർ ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമാണ്. കാരണം നമ്മൾ തൃപ്പൂണിത്തുറ തൃശ്ശൂർ വണ്ടിക്ക് വരാൻ വേണ്ടി ഏകദേശം ഒരു 5 ലിറ്റർ പെട്രോൾ ഒരു വൺ സൈഡ് അടിക്കേണ്ടി വരും. ലിറ്റർ എന്ന് പറയുമ്പോൾ 1 ലിറ്ററല്ല, ഒരു 3 ലിറ്റർ, മൊത്തം 6 ലിറ്റർ. 6 × 100 600 പ്ലസ് 660 700 രൂപ. അതെ, 700 രൂപ. 700 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരും. ഓൾറെഡി നമുക്ക് ആകെ ചിലവെന്ന് പറഞ്ഞാൽ 400 രൂപ ആയിട്ടുള്ളൂ. 200 നമ്മൾ 400 എന്ന് പറഞ്ഞാൽ അതൊരു 100 രൂപ. അങ്ങോട്ട് എത്ര രൂപ വേണം? 400 തന്നെ വേണം. നിന്റെ എത്ര രൂപയുണ്ട് ഇനി? 200. 200 രൂപയ്ക്ക് നിന്റെ എല്ലാവരും കൊണ്ടുപോകുന്നു. അതിന് ആ ചേച്ചി നോക്കാൻ ആകെ 600 രൂപ തന്നുള്ളൂ. ആണോ? ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വന്നു. മൊത്തം 400 രൂപ ചിലവായുള്ളൂ. 400 രൂപ അല്ല, 300 സംതിങ് ചിലവായിട്ടുള്ളൂ. അതിനകത്ത് ഞങ്ങൾ ചെറിയൊരു മണ്ടത്തരം കാണിച്ചതാണ്. മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു മണ്ടത്തരം. ഞങ്ങൾ മെട്രോയ്ക്ക് കയറിയപ്പോഴാണ് പണി കിട്ടിയത്. ഞങ്ങൾ ട്രെയിനിൽ പോകാനാണ് ആദ്യം വന്നത്. ആകുമ്പോൾ 75 രൂപ പരിപാടി കഴിഞ്ഞു. 1 സൈഡ് 2 സൈഡ് ആകുമ്പോൾ 140. 250 രൂപ. മൊത്തം ഒരു 300 വരെ ഉണ്ടാവുള്ളൂ. ഏകദേശം എത്ര രൂപ ആയുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ ഏതൊരു തിരൂരൊക്കെ തിരിച്ച് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോകും. അവൾ അമ്പലത്തിലേക്കില്ല, ഞാൻ അമ്പലത്തിൽ പോയിട്ട് അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പതുക്കെ വരുന്നു. ഞാൻ അമ്പലത്തിൽ മാത്രമേ പോകുള്ളൂ, പള്ളി പോകുന്നില്ല. ഞാൻ പടക്കുന്നതിൻ്റെ അമ്പലത്തിൽ കയറി 2 ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് ജാളയൊക്കെ എടുത്ത് വെച്ച് ചെയ്തിട്ടാണ് പതുക്കെ പോകുന്നുള്ളൂ. ഞാൻ പതുക്കെ ഫുഡൊക്കെ കഴിച്ചു, ചായ കുടിച്ച് ചില പൊറോട്ടയോ അവൾ എന്തിനാ എന്നെ വിളിക്കുന്നുണ്ട് ഗൈസ്. വ്ളോഗാണ്, എനിക്ക് യൂട്യൂബിൽ ഇടാനുള്ളതാണ്. ഗൈസ് ഇവിടെ പേടിപ്പിക്കാണ് ഗൈസ്.